പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ് ഇത്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞ് നിങ്ങളിത് കണ്ടാലും നിങ്ങൾക്ക് ഇത് സ്യൂട്ടാകും, ബാധകമാകും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. അവർ ഇപ്പോൾ ഏതവസ്ഥയിലാണ്? നിങ്ങളെ വിട്ട് പോയവർ, നിങ്ങളെ മാറിപ്പോയവർ, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്നു. ഇപ്പോൾ ആ വ്യക്തി ഏതവസ്ഥയിലായിരിക്കും? ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഇരുന്നു പോകുന്ന വ്യക്തികൾ, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പോകുന്ന വ്യക്തി, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഒരുമിക്കാനാണ്. ഒരുപാട് കാലം കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് അവസരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള അകൽച്ചയുടെ ചരിത്രങ്ങൾ ഒരുപാട് എഴുതപ്പെട്ടിരിക്കുന്നു. ഇമ്പോസിബിൾ എന്ന് എഴുതി തള്ളിയിരിക്കുന്നു. മനസ്സിലും അങ്ങനെ എഴുതി തള്ളിയിരിക്കുന്നു. പക്ഷേ മനസ്സിൽ നിന്നും മായുന്നില്ല. ആ വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തപ്പെടുന്നു. കിട്ടിയ അവസരങ്ങൾ പാഴാക്കുകയോ നിർഭാഗ്യം കൊണ്ട് നടക്കാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരിപാടികൾ, ആ വ്യക്തിയുടെ പ്രവൃത്തികളും അകലാൻ കാരണമായി. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കേണ്ട സമയത്ത് യഥാവിധി സ്നേഹിച്ച് കാണില്ല, മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കി കാണില്ല. പക്ഷേ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും തരണം ചെയ്തു നിന്നു. ഇപ്പോഴും മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം സൂക്ഷിക്കുന്നു. സംഭവങ്ങൾ ഉണ്ടായത് തെറ്റായിപ്പോയെന്ന് കരുതുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, ചില ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അകലാൻ കാരണമായി. ഒരുപക്ഷെ ആ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടത്താൽ അകന്നതായിരിക്കും. പക്ഷേ അകൽച്ചകൾ യാഥാർത്ഥ്യമായെങ്കിലും ഇനിയും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, ഇനിയും ഒരു അവസരം കിട്ടിയാൽ ഒന്നാകും എന്നുള്ള രീതിയിൽ മനസ്സ് വരുന്നു. ഒരുമിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാർഡ് പറയുന്നത് അതാണ്. ഒരുമിച്ച് ചേരാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എങ്ങനെയെങ്കിലും ഒരുമിക്കാൻ കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തൊരുമിക്കാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രവൃത്തി മൂലവും അവർക്ക് ദുഃഖമുണ്ടാകുകയും അവർക്ക് വിഷമമുണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ കാര്യങ്ങൾ എന്ത് തന്നെയായാലും അവസരം കിട്ടിയാൽ ഇനിയും അടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അടുക്കാൻ കാരണം സ്നേഹിച്ച സ്നേഹമൊന്നും വറ്റി വരണ്ടു പോകുന്നില്ല. പ്രണയിച്ചത്, ആകർഷിച്ചത്, ഇഷ്ടപ്പെട്ടത്, അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച എല്ലാ സംഭവവികാസങ്ങളും ഒരുമിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരുമിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. പൊറുക്കലിനെ തേടുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് എന്ത് തെറ്റ് ചെയ്താലും, എന്ത് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഉണ്ടായാലും അതിനെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ക്ഷമിക്കാനുള്ള മനസ്സ് വന്നിരിക്കുന്നു. എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ്. ഒരുമിക്കാൻ കഴിഞ്ഞാൽ മതി, അങ്ങനെയാണ് പറയുന്നത്. എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ കാലം അതെല്ലാം മായ്ച്ചു കളയുന്നു. മുറിവുകൾ ഉണക്കുന്നു. ഒരുമിച്ച് ചേരാൻ വ്യഗ്രതയോടെ നിൽക്കുന്നു. ജീവിതത്തിൽ ഇനിയെങ്കിലും അവസരം കിട്ടിയാൽ ഒരുമിച്ച് ചേരും എന്നുള്ള ചിന്തയോടെ മുന്നോട്ട് പോകുന്നു. ഒരു കുട്ടിത്തം നിറഞ്ഞ പ്രണയം ഇപ്പോഴും ആ വ്യക്തി സൂക്ഷിക്കുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. പക്ഷേ മനസ്സിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു കൊച്ചുകുട്ടി വാശി പിടിക്കുന്നത് പോലെ, കൊച്ചുകുട്ടി ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു. ഒന്നാകാൻ ആഗ്രഹിക്കുന്നു, ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ആ വ്യക്തി വല്ലാതെ സ്വാധീനിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്കും അതുപോലെ, ആ വ്യക്തിക്കും അതുപോലെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. കാലം എത്ര കഴിഞ്ഞാലും, എത്ര പിരിഞ്ഞു പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രണയവും ഇഷ്ടവും സ്നേഹവും സഹതാപവും വാത്സല്യവും കുമിഞ്ഞുകൂടുന്നു. വീണ്ടും വീണ്ടും കാണണമെന്ന് മോഹിക്കുന്നു. കാണാൻ
ഇതിരിക്കുമ്പോഴും ആഗ്രഹിക്കുന്നു. ഇനി എത്ര അകന്നാലും സ്നേഹം മാറുന്നില്ല, മറയുന്നില്ല. അടുത്ത കാർഡ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ആ വ്യക്തി പോകുന്നു. ആ വ്യക്തിക്ക് തനിക്ക് ആരുമില്ലെന്നുള്ള ചിന്തയിലേക്ക് ആ വ്യക്തി പോകുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാം. അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളെ വിട്ടപ്പോൾ, നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് വേദന ആ വ്യക്തിക്ക് തോന്നുന്നു. ചതിക്കപ്പെട്ടുവെന്നോ, ആത്മാവിൻ്റെ പകുതി നഷ്ടപ്പെട്ടുവെന്നോ, ഹൃദയം നഷ്ടപ്പെട്ടെന്നോ ഒക്കെ അവർക്ക് തോന്നുന്നു. വിശ്വാസം ഉള്ളിടത്ത് നിന്ന് വിശ്വാസമില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. വഞ്ചിക്കപ്പെട്ടുവെന്ന് തോന്നുന്നു. ആരൊക്കെയോ നിങ്ങളിൽ നിന്നും അകലാൻ ആ വ്യക്തിയോട് ഉപദേശിച്ചു. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ വിട്ട് മറ്റുള്ള ഇടത്തിലേക്ക് പോയി മറ്റുള്ള ചില ആളുകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കാം. നിങ്ങളെ അവിശ്വസിച്ചിരിക്കാം. അവരുടെ വാക്ക് കേട്ട് നിങ്ങൾക്കെതിരെ നീങ്ങിയിരിക്കാം. പക്ഷേ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നു, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നപ്പോൾ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടായിരിക്കുന്നു. ഹൃദയത്തിലെ ദുഃഖം താങ്ങാൻ ആ വ്യക്തികൾക്ക് കഴിയുന്നില്ല. അവർ അതിൽ ദുഃഖം അനുഭവിക്കുന്നു. അവർക്ക് സാന്ത്വനമേകാൻ ആരുമില്ല. നിങ്ങൾക്കെതിരായി ആരെ വിശ്വസിച്ചുവോ അവർ വഞ്ചിച്ചിരിക്കുന്നു. അവരുടെ ചതിയിൽ വീണിരിക്കുന്നു. അവർ പറഞ്ഞ വാക്ക് വിശ്വസിച്ചതിൻ്റെ ഫലം അവർക്ക് കിട്ടിയിരിക്കുന്നു. ഒരു ദുഃഖമുണ്ടായപ്പോൾ, ഒരു ആത്മസംഘർഷമുണ്ടായപ്പോൾ, ആത്മാവിലൊരു വിഷമമുണ്ടായപ്പോൾ, ഒരു നീറിപ്പകലുണ്ടായപ്പോൾ സാന്ത്വനിക്കാൻ ആരുമില്ല. നിങ്ങളായിരുന്നു ഏറ്റവും മികച്ച വ്യക്തിയെന്നും നിങ്ങളാണ് സ്നേഹിക്കാൻ കൊള്ളാവുന്നതെന്നും നിങ്ങളെയായിരുന്നു സ്നേഹിക്കേണ്ടതെന്നും തെറ്റുപറ്റിയിരിക്കുന്നു എന്നും ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ ശക്തി പകരുന്നു. കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിന്, ചിന്തയ്ക്ക് ഉണർവേകുന്നു. നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്നും ചിന്തിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണാം. ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി, ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ നിന്നും ഊർജം കിട്ടിയിരിക്കുന്നു, ഊർജം വന്നിരിക്കുന്നു. കാരണം ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിയോട് പറയുന്നത്, നിങ്ങളെ മാത്രം വിശ്വസിക്കുക, നിങ്ങളെ മാത്രം സ്നേഹിക്കുക. സ്നേഹിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ചത് നിങ്ങളാണെന്നുള്ള സത്യം ആ വ്യക്തിയോട് ആ പോസിറ്റീവ് എനർജി പറഞ്ഞിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നതും, ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും സ്നേഹവും നന്മയും കയറി വരുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വ്യഗ്രത കാണിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.